സംസ്ഥാനത്ത് നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴയെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. മലപ്പുറത്തും വയനാട്ടിലും ഓറഞ്ച് അലർട്ടാണ്. അക്ഷയ കൃഷ്ണാനന്ദ് ചേരുകയാണ് വിവരങ്ങളുമായി. അക്ഷയ, ഒരു നേരിയ ശമനം ഉണ്ടായിരുന്നു വടക്കൻ ജില്ലകളിലൊക്കെ, പക്ഷേ നാളെ വീണ്ടും മഴ കൂടും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോടൊപ്പം തന്നെ സംസ്ഥാനത്താകമാനം ഏതു തരത്തിലുള്ള കാലാവസ്ഥാ പ്രവചനമാണ് നാളെയും മറ്റന്നാളുമൊക്കെയായി ഇനിയുള്ളത്? അക്ഷയ, ജൂൺ 9 മുതൽ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി പ്രാപിക്കും എന്നുള്ളതായിരുന്നു കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് പ്രകാരം ലഭിച്ച വിവരം. അതായത് മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിലായിട്ട് ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിന്റെ സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ന്യൂനമർദ്ദ പാത്തി കർണാടക തീരം മുതൽ ആന്ധ്രാപ്രദേശ് തീരം വരെ സ്ഥിതി ചെയ്യുന്ന ഒരു ന്യൂനമർദ്ദ പാത്തിയും ഉണ്ടായതിനാൽ 9-ാം തീയതി മുതൽ ശക്തമായിട്ടുള്ള മഴയായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാകുക എന്നുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇറക്കിയിട്ടുള്ള ഒരു മഴ മുന്നറിയിപ്പ് പ്രകാരം വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട്, അതായത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപ്രകാരം നാളെയാണ് ഇത്തരത്തിൽ റെഡ് അലർട്ടുകൾ ഉള്ളത്. അത് വടക്കൻ ജില്ലകളിലാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിൽ റെഡ് അലർട്ടും, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ നേരിയ ഇടത്തരം മഴയ്ക്ക് മാത്രമാണ് സാധ്യതയുള്ളത് എന്നതിനാൽ തന്നെ ഇവിടെ അലർട്ടുകളൊന്നും തന്നെ നിലവിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം സംസ്ഥാനത്ത് എന്തായാലും അതിശക്തമായിട്ടുള്ള മഴയാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുക എന്നുള്ള ഒരു കാര്യം കൂടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് കരമനയാറ്റിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ കരമനയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതിന്റെ ഒരു കാര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ യെല്ലോ അലർട്ട് കേന്ദ്ര ജല കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. യാതൊരു കാരണവശാലും കരമനയാർ മുറിച്ചു കിടക്കരുതെന്നും ഇത് നദിയിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ളതും ഈ അലർട്ട് പ്രകാരം, മുന്നറിയിപ്പ് പ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്ത് മഴയോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റിനും ഇടിമിന്നലിനുമുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതായത് മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനാണ് സാധ്യതയുള്ളത്. അതിനാൽ തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണം എന്നുള്ളതും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, നാളെ മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തുടങ്ങുകയാണ്. ഇന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് എന്നീ തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഹേഷ്, ശരി. അക്ഷയ കൃഷ്ണാനന്ദാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.